നേന്ത്രപ്പഴം കൊണ്ടൊരു ചെണ്ടമുറിയനാണ് ചെയ്യുന്നത്. അതിനായിട്ട് അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം ഇത്തരത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇവിടെ 3 മീഡിയം സൈസിലെ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് 2ഉം 3ഉം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ തേങ്ങ പിഴിഞ്ഞ് എടുത്ത പാലാണിത്. അതിലേക്ക് പഴത്തിൻ്റെ അളവിനനുസരിച്ചും അവരവരുടെ മധുരത്തിനനുസരിച്ചും ശർക്കര ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയ ശേഷം ഇതിലേക്ക് പഴം അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിനെ അടുപ്പത്ത് വെച്ച് വേവിക്കണം. തിളച്ച് പഴം വെന്ത് വരണം. പഴം പെട്ടെന്ന് തന്നെ വെന്ത് വരും. 5 മിനിറ്റ് തന്നെ പഴം വേകാനായിട്ട് ധാരാളമാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 5 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാത്ത 1-ാം തേങ്ങാപ്പാൽ 1/4 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ പഴത്തിലേക്ക് ചേർക്കുന്നതിനോടൊപ്പം ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടതാണ്. 1-ാം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്. വെള്ളത്തിൻ്റെ അളവ് കൂടി പോവുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് മൈദമാവ് കലക്കി ഒഴിക്കാവുന്നതാണ്. നല്ല നാടൻ പഴമാണെങ്കിൽ നല്ല മഞ്ഞ നിറമുണ്ടാകും. അതുപോലെ ശർക്കര ഡാർക്ക് കളറാണെങ്കിൽ അതിൻ്റെ നിറവും കൂടി ഉണ്ടായിരിക്കും. വളരെ രുചികരമായ ഒരു വിഭവമാണിത്. ഇത് ഇങ്ങനെ തന്നെ കോരി കഴിക്കുകയാണ് അതിൻ്റെ രീതി. ഇനി ഇഷ്ടമുള്ളവർക്ക് നല്ല ചൂട് അരിപ്പുട്ടിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്